അങ്ങനെ യാത്ര ചെയ്താൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ്, മഴയോ കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം പാലക്കാട് ടൗൺ എത്താറായപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. തമാശ പറഞ്ഞതല്ല, യാത്ര കൊടൈക്കനാലിലേക്ക് തന്നെയാണ് എന്നുള്ളത്. കൊടൈക്കനാലിൽ ഞങ്ങളിത് 3ാമത്തെ തവണയാണ് കേട്ടോ പോകുന്നത്. എപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ നേരത്ത് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് നമുക്ക് കൊടൈക്കനാൽ. ഒരുപാട് ദൂരം കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. നമ്മൾ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലെത്തി. നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. നമ്മൾ കൊടൈക്കനാൽ അതുപോലെ തമിഴ്നാട് സ്റ്റേറ്റിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അവിടുത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത്. കേരള ഹോട്ടലിൽ തിരഞ്ഞ് നടക്കാറില്ല. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നെയ് റോസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ നമ്മുടെ കുട്ടീനെ അവിടുത്തെ ഒരു ചേച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഭയങ്കര സ്നേഹമായിരുന്നു, കുട്ടികളോടായിക്കോട്ടെ നമ്മളോടായിക്കോട്ടെ, ഭക്ഷണം കഴിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ. മലയാളികൾക്ക് മാത്രമല്ല, ഇവരെ പോലുള്ളവർക്കും നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാനും നമ്മളോട് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടുത്തെ ചായ. പൊതുവെ ചായയോട് താല്പര്യമില്ലാത്ത എൻ്റെ കെട്ടിയോന് എന്താണെന്നറിയില്ല, തമിഴ്നാട്ടിലെ ചായയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ശീലം എന്ന് പറയുന്നത് ചായ കുടി തന്നെയാണ്. നല്ല ചായ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം മുഴുവൻ പോവും. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴേക്കും ഐഷയും സിയും ആളുകളെ ഹോട്ടലിലേക്ക് വിളിച്ചിരുത്തുന്ന തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ സമയമായി. ഞങ്ങളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പളനി എത്താനായിട്ടുണ്ട് കേട്ടോ. പളനി മല നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊടൈക്കനാൽ ചുരം കയറുക എന്നുള്ളത് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പളനിമലേൻ്റെ തൊട്ട് താഴെയായിട്ട് റൂം എടുത്തു. ലോ ബഡ്ജറ്റിൽ നല്ല ഹൈ ക്വാളിറ്റി റൂം നമുക്ക് കിട്ടി. റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ബാത്റൂം അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ ഉറങ്ങാനുള്ള പരിപാടിയാണ്. സിയ ഉറങ്ങി, അപ്പം നമ്മൾ ഉറങ്ങാണ് കേട്ടോ.